ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് അയോണിക് ബോണ്ടാണ്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,1 ആണ്. അതായത് സോഡിയത്തിൻ്റെ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ അതായത് ഏറ്റവും പുറത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. എല്ലാ എലമെൻസിൻ്റെയും ആഗ്രഹം അവരുടെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെന്നാണ്. അതിന് എക്സെപ്ഷൻ ഉണ്ട്. ഹൈഡ്രജൻ, ഹീലിയം പോലത്തെ ചെറിയ ആറ്റങ്ങൾക്ക് ആകെ ഒരു ഷെല്ലേ ഉണ്ടാവുകയുള്ളൂ. അവർക്കപ്പോൾ ഏറ്റവും പുറത്തെ ഷെൽ, അതായത് ആകെ ഉള്ള ആ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മതി. 8 ഇലക്ട്രോൺ വേണമെന്ന് അവർക്ക് ആഗ്രഹമില്ല. പക്ഷെ ബാക്കിയുള്ളവർക്കെല്ലാം പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ സോഡിയത്തിന് ഒന്നുകിൽ ഈ ഒരു ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 2 ഷെല്ല് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാകും. അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സോഡിയത്തിന് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 7 ഇലക്ട്രോൺ വാങ്ങാം. അപ്പോൾ എങ്ങനെയായി വരും? 2,8,8 എന്നാകും. അതായത് ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടും. ഇതിലേത് ഓപ്ഷനാണ് എളുപ്പം? 1 ഇലക്ട്രോൺ കളയുന്നതാണോ 7 ഇലക്ട്രോൺ വാങ്ങുന്നതാണോ എളുപ്പം? 1 ഇലക്ട്രോൺ കളയുന്നതല്ലേ. അതുകൊണ്ട് തന്നെ സോഡിയം എപ്പോഴും ഈ ഇലക്ട്രോണിനെ കളയാനാണ് ശ്രമിക്കുക. ഒരിക്കലും ഇലക്ട്രോൺ വാങ്ങാറില്ല. ഈ കളയുന്ന ഇലക്ട്രോണിനെ ആർക്കെങ്കിലും കൊടുക്കണമല്ലോ. അതാർക്ക് കൊടുക്കാം? നമുക്കിവിടെ ക്ലോറിൻ നോക്കാം. ക്ലോറിന് 2,8,7 ആണ്. അതായത് അവസാനത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. 8 എണ്ണം വേണമെന്നാണ് ക്ലോറിൻ്റെ ആഗ്രഹം. അപ്പോൾ എവിടെന്നെങ്കിലും 1 ഇലക്ട്രോൺ കിട്ടുകയാണെങ്കിൽ ഇത് 2,8,8 എന്നാകുമല്ലോ. അതായത് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ തികയും. അല്ലെങ്കിൽ വേറെ ഉള്ള ഒരു ഓപ്ഷൻ എന്താണ്? ഈ 7 ഇലക്ട്രോണിനെയും കളയുന്നതാണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയിട്ട് ഇരിക്കും. ഏതാണ് എളുപ്പം? 7 എണ്ണം കളയുന്നതാണോ 1 എണ്ണം മേടിക്കുന്നതാണോ? 1 എണ്ണം മേടിക്കുന്നതാണ് അല്ലേ. അതുകൊണ്ട് ക്ലോറിൻ ഇലക്ട്രോണിനെ മേടിക്കാനാണ് താല്പര്യപ്പെടുന്നത്, ഇലക്ട്രോണിനെ കൊടുക്കാനല്ല താല്പര്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സോഡിയം കളയുന്ന ഈ ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്താൽ പോരെ? അതുകൊണ്ടാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിക്കുന്ന ഉപ്പാണ് അതുണ്ടാകുന്നത്. സോഡിയത്തിൻ്റെ ഈ ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുത്തപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ എന്തായി? 2,8. ഇത് പോയല്ലേ. ഇപ്പോൾ സോഡിയത്തിന് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടല്ലോ. ഈ കൊടുത്ത ഇലക്ട്രോൺ ക്ലോറിൻ വാങ്ങുമ്പോൾ ക്ലോറിൻ്റെ കോൺഫിഗറേഷൻ എന്തായി? 2,8,8. അതായത് ക്ലോറിൻ്റെ ഏറ്റവും അവസാനത്തെ ഷെല്ലിലും 8 ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ലേ, നമ്മൾ ഈ മൈനസ് എന്നല്ലേ എഴുതാറ്. അപ്പോൾ 1 ഇലക്ട്രോൺ വാങ്ങിക്കുമ്പോൾ ഒരു മൈനസ് ചാർജ് കിട്ടുകയല്ലേ ചെയ്യുന്നത്. ഇവിടെ ക്ലോറിൻ 1 ഇലക്ട്രോൺ വാങ്ങിയല്ലോ. അപ്പോൾ ക്ലോറിന് ഒരു മൈനസ് ചാർജ് ആണ് കിട്ടുക. ഇലക്ട്രോൺ വാങ്ങുമ്പോൾ മൈനസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുക? പോസിറ്റീവ് ചാർജ്. സോഡിയം 1 ഇലക്ട്രോൺ കൊടുത്തല്ലോ. അപ്പോൾ സോഡിയത്തിന് പോസിറ്റീവ് ചാർജ് ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ NaCl ഉണ്ടാകുമ്പോൾ ഇത് ശരിക്കും Na+ഉം Cl- ആണ്. വെറുതെ പ്ലസ് എന്ന് എഴുതിയാൽ അത് 1+ എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. ഇതിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. സോഡിയത്തിൽ നിന്ന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അതായത് സോഡിയം എന്തായി മാറുന്നു? Na+ഉം പിന്നെ ആ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ഈ ഇലക്ട്രോൺ ആർക്കാണ് കിട്ടുന്നത്? ക്ലോറിൻ +1 ഇലക്ട്രോൺ. അപ്പോൾ എന്തായി മാറി? ക്ലോറിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ഇതുപോലെ ഇലക്ട്രോൺ കൊടുക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ടുണ്ടാകുന്ന കോമ്പൗണ്ടുകൾ എങ്ങനത്തെ കോമ്പൗണ്ടുകളാണ്? അയോണിക് കോമ്പൗണ്ടുകളാണ്. അവരുടെ ബോണ്ടിനെ, അതായത് അവരുടെ ആ റിലേഷനെ എന്തെന്നാണ് പറയുക? അയോണിക് ബോണ്ട് എന്നാണ് പറയുക. അതായത് NaClൽ സോഡിയവും ക്ലോറിനും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? അയോണിക് ബോണ്ടാണ്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. മഗ്നീഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ 2,8,2 ആണ്. ഓക്സിജൻ്റെ കോൺഫിഗറേഷൻ 2,6 ആണ്. മഗ്നീഷ്യത്തിന് ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഈ 2 എണ്ണത്തിനെ കളയാം, അവസാനത്തെ ഷെല്ലിൽ 8 എണ്ണം കിട്ടും. അല്ലെങ്കിൽ 6 എണ്ണത്തിനെ കൂടെ വാങ്ങാം. അപ്പോൾ ഈ ഷെല്ലിൽ 8 എണ്ണം കിട്ടും. 2 എണ്ണത്തിന് കളയുന്നതാണോ 6 എണ്ണത്തിനെ വാങ്ങുന്നതാണോ എളുപ്പം? 2 എണ്ണത്തിനെ കളയുന്നതാണ്. അതുകൊണ്ട് തന്നെ മഗ്നീഷ്യം ഇലക്ട്രോണിനെ കൊടുക്കുന്നയാളാണ്. ഇവിടെ ഓക്സിജന് അവസാനത്തെ ഷെല്ലിൽ 6 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺ കൂടി വാങ്ങുന്നതല്ലേ എളുപ്പം. മഗ്നീഷ്യം കളയുന്ന ഈ 2 ഇലക്ട്രോണിനെ ഓക്സിജന് വാങ്ങിയാൽ മതിയല്ലോ. അങ്ങനെയാണ് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നത്. 2 ഇലക്ട്രോൺ കളയുമ്പോൾ ഇവിടുത്തെ കോൺഫിഗറേഷൻ എന്താകും? 2,8. ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 8 എണ്ണം കിട്ടിയല്ലോ. 2 ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ഇത് 2+ ആയി മാറും.
2 ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ ഇത് 2- ആയി മാറും. ഓക്സിജന്റെ കോൺഫിഗറേഷൻ എന്തായി മാറും? 2,8. അതായത് മഗ്നീഷ്യം ഓക്സൈഡിൽ അയോണിക് ബോണ്ടാണ് ഉള്ളത്. ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതിയാൽ മഗ്നീഷ്യം എന്തായി മാറുന്നു? Mg2+. മഗ്നീഷ്യത്തിൽ നിന്ന് എടുത്ത 2 ഇലക്ട്രോൺ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി ആ 2 ഇലക്ട്രോൺ ആരാ വാങ്ങുന്നത്? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ എന്തായി മാറുന്നു? 2- ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, മഗ്നീഷ്യവും ക്ലോറിനും തമ്മിൽ നമുക്ക് എങ്ങനെ പറയാം? മഗ്നീഷ്യം 2,8,2 ആണ്. അതായത് ഈ 2 ഇലക്ട്രോൺ ആർക്കെങ്കിലും കൊടുക്കാനാണ് മഗ്നീഷ്യത്തിന്റെ താല്പര്യം. ക്ലോറിനോ 2,8,7 ആണ്. അതായത് ക്ലോറിന് 1 ഇലക്ട്രോൺ കൂടി കിട്ടിയാൽ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകും. മഗ്നീഷ്യത്തിന് 2 എണ്ണം കൊടുക്കാനാണ് താല്പര്യം, ക്ലോറിന് 1 എണ്ണം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ക്ലോറിൻ കൂടി കൊണ്ടുവരികയാണെങ്കിൽ മഗ്നീഷ്യത്തിന്റെ 1 ഇലക്ട്രോൺ ആദ്യത്തെ ക്ലോറിനും രണ്ടാമത്തെ ഇലക്ട്രോൺ രണ്ടാമത്തെ ക്ലോറിനും കൊടുത്താൽ പോരെ? കാരണം എന്താ? ഈ ക്ലോറിന്റെയും കോൺഫിഗറേഷൻ 2,8,7 ആണ്. അതായത് ഈ ക്ലോറിനും 1 ഇലക്ട്രോൺ വേണമെന്നാണ് ആഗ്രഹം. അപ്പോൾ മഗ്നീഷ്യത്തിന്റെ 1 ഇലക്ട്രോൺ ഇങ്ങോട്ടും 1 ഇലക്ട്രോൺ ഇങ്ങോട്ടും കൊടുത്തു. അതുകൊണ്ടാണ് മഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഫോർമുല MgCl എന്നല്ല, പകരം MgCl2 എന്നാണ്. നമ്മളിവിടെ മഗ്നീഷ്യം ഓക്സൈഡ് എഴുതിയപ്പോൾ MgO എന്നാണ് എഴുതിയത്. സോഡിയം ക്ലോറൈഡ് എഴുതിയപ്പോൾ NaCl എന്നാണ് എഴുതിയത്. പക്ഷെ ഇവിടെ 2 ക്ലോറിൻ ഉള്ളത് കൊണ്ട് MgCl2 എന്നാണ് വരിക. മഗ്നീഷ്യത്തിൽ നിന്ന് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ആണ് പോയത്? 2 ഇലക്ട്രോൺ. അപ്പോൾ ഇത് 2+ ആയി മാറും. ആദ്യത്തെ ക്ലോറിന് 1 ഇലക്ട്രോൺ കിട്ടിയപ്പോൾ അത് 2,8,8 ആയി മാറി. അപ്പോൾ ഇതിന്റെ ചാർജ് എന്താണ്? 1 ഇലക്ട്രോൺ കിട്ടുമ്പോൾ 1- ആണ്. ഈ ക്ലോറിനും 2,8,8 ആയി മാറി. അതായത് ഈ ക്ലോറിനും 1- ആയി മാറി. ഇലക്ട്രോൺ കൊടുക്കുന്നതിന് മുമ്പ് സോഡിയത്തിന്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ് കേട്ടോ. അതുപോലെ ഇലക്ട്രോൺ വാങ്ങുന്നതിന് മുമ്പ് ക്ലോറിന്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ്. എല്ലാ കേസിലും അങ്ങനെ തന്നെ. ഇലക്ട്രോൺ കൊടുക്കുന്നതിന് മുമ്പ് മഗ്നീഷ്യത്തിന്റെ ചാർജ് എത്രയാണ്? അപ്പോൾ 0. അല്ലെങ്കിൽ ഇലക്ട്രോൺ വാങ്ങുന്നതിന് മുമ്പ് ഓക്സിജന്റെ ചാർജ് എത്രയാണ്? 0.